വയനാട്ടിൽ തെരുവിൽ അന്തിയുറങ്ങുന്നവർക്ക് തണുപ്പകറ്റാൻ പുതപ്പുകൾ വിതരണം ചെയ്തിരിക്കുകയാണ് ഒരു വാട്സാപ്പ് കൂട്ടായ്മ. നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സുൽത്താൻ ബത്തേരിയിലെ വികസനം വാട്സാപ്പ് കൂട്ടായ്മയാണ് പുതപ്പുകൾ നൽകി മാതൃകയായിരിക്കുന്നത്. 600ഓളം അംഗങ്ങളാണ് ഈ കൂട്ടായ്മയിലുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടെയാണ് പുതപ്പുകൾ വിതരണം ചെയ്തത്. സുൽത്താൻ ബത്തേരി ചുങ്കം ബ്രാഞ്ച് മാനേജർ ബിൻസി മാഡം നമ്മൾ ബന്ധപ്പെടുകയും ഈ തെരുവുകളിൽ രാത്രി തണുപ്പ് സഹിച്ചുറങ്ങുന്ന ആളുകൾക്ക് കുറച്ച് പുതപ്പുകൾ സംഘടിപ്പിച്ച് കൊടുക്കാൻ സഹായിക്കാമെന്ന് പറയുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബത്തേരി ടൗണിൽ തെരുവുകളിൽ ഉറങ്ങുന്ന ആളുകൾക്ക് പുതപ്പുകൾ നൽകുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ സുൽത്താൻ ബത്തേരി ചെയർപേഴ്സൺ റസീന അബ്ദുൽ ഖാദർ നമ്മുടെ ഈ കൂട്ടത്തിൽ പങ്കാളികളായി. അങ്ങനെ നമുക്ക് ഈ ഒരു നല്ല പ്രവൃത്തികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ സഹായങ്ങൾ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അവരുടെ ഫോൺ എടുത്താലും അതിൽ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും. തുടങ്ങുമ്പോൾ വലിയ ആവേശം ഉണ്ടാകും. പക്ഷെ പിന്നെ പതിയെ എന്തെങ്കിലും ഒരു ആഘോഷത്തിന്റെ സമയത്ത്, ഒരു ന്യൂ ഇയർ ആയാൽ ക്രിസ്മസ് ആയാൽ ഒരു വിഷിംഗ് മാത്രമായി അത് ഒതുങ്ങിക്കൂടും. ശരിക്കും ഈ വാട്സാപ്പ് കൂട്ടായ്മ ചെയ്തതുപോലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്യാനായി എല്ലാവരും മുന്നിട്ട് വരികയാണ് വേണ്ടത്. നമുക്കൊപ്പം എം കമൽ ചേരുന്നുണ്ട്. കമൽ, വയനാട്ടിലെ ശരിക്കുള്ള ഒരു മരം കോച്ചുന്ന തണുപ്പ് രാത്രിയിലൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നമുക്കറിയാം. മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുമ്പോൾ കുറേ പേരങ്ങനെ തണുപ്പത്ത് മരവിച്ചിരിക്കുന്നവരുണ്ട്. അവരെ സഹായിക്കാൻ കാണിച്ച ആ വലിയ മനസ്സിനാണ് കയ്യടി കൊടുക്കേണ്ടത്. നമ്മളൊക്കെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ അംഗങ്ങളാണ്. പക്ഷേ ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ സുൽത്താൻ ബത്തേരിയുടെ വികസനം കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. 600ഓളം അംഗങ്ങളുണ്ട്. അത്തരത്തിലാണ് അവർ ഈ തെരുവിൽ കിടക്കുന്നവർക്ക്, പ്രത്യേകിച്ച് വയനാട്ടിൽ ഇത്തവണ കടുത്ത തണുപ്പായിരുന്നു ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ഈ തെരുവിലൊക്കെ അന്തിയുറങ്ങുന്ന, കടത്തിണ്ണകളിലൊക്കെ അന്തിയുറങ്ങുന്ന ആളുകൾക്ക് പുതപ്പുകൾ വാങ്ങി നൽകാനാണ് അവർ ഇത്തവണ തീരുമാനിച്ചത്. മുൻപ് പല ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്തവണ അവർ അങ്ങനെയൊരു പ്രവർത്തനമാണ് ഏറ്റെടുത്തത്. അതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ അതുമായി സഹകരിക്കാമെന്നേറ്റു. അങ്ങനെയാണ് സുൽത്താൻ ബത്തേരി നഗരത്തിൽ അത്തരത്തിൽ കടത്തിണ്ണകളിൽ ഉറങ്ങുന്ന നിരവധി ആളുകൾക്ക് പുതപ്പുകൾ വാങ്ങി നൽകിയത്. ഇനിയും ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോകാനാണ് കൂട്ടായ്മയുടെ തീരുമാനം. എന്തായാലും ഒരു നഗരത്തിൻ്റെ പേരിൽ, ഒരു നഗരത്തിലെ വികസനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് കൂടിയാണ് ഇവർ തെളിയിക്കുന്നത്. കൂട്ടായ്മയിലുള്ള 600 അംഗങ്ങളും ഇത്തരം പ്രവർത്തനങ്ങളുമായൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെ.